ഇസ്രായേലിന്റെ ആണവ നിലയം ആക്രമിച്ച് ഇറാൻ. ആക്രമണത്തിൽ വമ്പൻ നാശനഷ്ടങ്ങൾ ഇസ്രായേലിൽ സംഭവിച്ചിരിക്കുന്നു. 150-ലധികം പേർക്ക് പരിക്ക് പറ്റിയിരിക്കുന്നു. പലരുടെയും നില ഗുരുതരമായി തുടരുന്നു. ആശുപത്രികൾ നിറഞ്ഞു കവിഞ്ഞിരിക്കുന്നു. ഇസ്രായേലിലെ ദിമോണയിലും അരാധയിലുമാണ് ഇറാന്റെ ശക്തമായ ആക്രമണം നടന്നിരിക്കുന്നത്. ദിമോണയിലാണ് ഇറാന്റെ പ്രധാന ആണവ നിലയം സ്ഥിതി ചെയ്യുന്നത്. ദിമോണയിൽ 100ഓളം പേർക്ക് പരിക്ക് പറ്റിയപ്പോൾ അറാദയിൽ 50ഓളം പേർക്ക് പരിക്കേറ്റെന്നാണ് റിപ്പോർട്ട്. കൂടാതെ ഒരു 3 നില വീട് പൂർണ്ണമായും തകരുകയും ചെയ്തിരിക്കുന്നു. ഇസ്രായേൽ ഇറാന്റെ ആണവ കേന്ദ്രങ്ങളിൽ ആക്രമിച്ചതിന് തൊട്ടു പിന്നാലെയാണ് ഇറാൻ ദിമോണയിലും അറാദയിലും മിസൈൽ ആക്രമണം നടത്തിയത്. മിസൈൽ വേദ സംവിധാനങ്ങളെ മറികടന്നുകൊണ്ട് കൃത്യമായി ലക്ഷ്യങ്ങളിൽ പതിക്കുകയായിരുന്നു. ഇന്നലെയായിരുന്നു ഇസ്രായേൽ നെതാൻസിലുള്ള ഇറാന്റെ ആണവ നിലയം ആക്രമിച്ചത്. അതിന് കൃത്യമായ തിരിച്ചടിയായിട്ടാണ് ദിമോണയിലെ ആക്രമണം. ഇസ്രായേൽ ഇന്നലെ കാലരാത്രിയായിരുന്നു എന്നാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി തുറന്നു സമ്മതിച്ചത്. അത്രമാത്രം വിനാശകരമായിരുന്നു ആക്രമണങ്ങൾ. പ്രതീക്ഷിക്കാത്തത്ര അത്യാഹിതങ്ങൾ സംഭവിച്ചിരിക്കുന്നു ആ ആക്രമണത്തിന് വിധേയരായവർ നിരവധിയാണ്. കുട്ടികളടക്കം 100 കണക്കിന് ആളുകൾ ആശുപത്രിയിലാണ്. പലരുടെയും നില അതീവ ഗുരുതരമാണ്. കണ്ണിന് കണ്ണ്, പല്ലിന് പല്ല് എന്ന നിലയിൽ ഇറാൻ തിരിച്ചടിക്കുമ്പോൾ ഇസ്രായേൽ ശരിക്കും വിയർക്കുകയാണിപ്പോൾ.